drama. How did you get Nayanthara's date for that? No, she was constantly in touch. അല്ലെങ്കിൽ they used to talk and all once in a while. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ നമ്പർ തരാം, നീ മെസ്സേജ് ചെയ്ത് നോക്കൂ. ആൻഡ് ഓഫ് കോഴ്സ് അച്ഛനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ ഷി ഹാസ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ അച്ഛൻ. അല്ലെങ്കിൽ അച്ഛൻ സത്യനങ്ങളുടെ പടത്തിലൂടെയാണ് പുള്ളിക്കാരി വരുന്നതൊക്കെ. അപ്പം ഞാൻ ലെഫ്റ്റ് എ മെസ്സേജ് ഇങ്ങനെ ഞാൻ ഇതാണ്. അപ്പോൾ ഷീ ആസ്ക്ഡ് മീ ടു കം ദ നെക്സ്റ്റ് ഡേ. എന്നോട് യൂഷ്വലി അപ്പം ഞാൻ വെച്ചു ഇങ്ങനെയാണോ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഡയറക്റ്റ് മെസ്സേജാണ്, കാരണം ചെന്നൈയിലൊക്കെ പൊതുവേ ഇറ്റ്സ് ഓൾ ത്രൂ മാനേജേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നു, എന്നോട് പറഞ്ഞു നീ നാളെ കയറി വരാൻ പറയുന്നു. അപ്പം ഞാനത് തീരെ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ കയറി വരുന്നു, പോകുന്നു. ഞാൻ അവിടെ ആക്ച്വലി ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീറ്റിംഗ് വാസ് അറ്റ് 4 o'clock. I reached at 5:30. Okay. So of course first impression was perfect. അപ്പം ഞാൻ ഇത് അലക്കി തേക്കാത്തൊരു ഷർട്ടും ഇതേപോലത്തെ നമ്മൾ നോ ഫേക്കിംഗ്. അത് എക്സാക്ട്ലി. അപ്പം ഞാൻ അങ്ങനെ അല്ല, അന്നല്ല ഏത് സമയത്ത് ഞാൻ നേരത്തെ ഇറങ്ങിയാലും ഞാൻ വൈകി എത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ, സമയം ശരിയല്ല എന്ന് പറഞ്ഞ വളരെ അവസ്ഥയായിരുന്നു. പക്ഷെ സമയം ശരിയായിരുന്നു എന്ന് വേണം പറയാൻ. ബിക്കോസ് 5:30 എത്തുന്നു. എനിക്ക് വന്ന് 5 o'clock മീറ്റിംഗ് ഉള്ള ആളൊക്കെ ഉണ്ട് 3:30 വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ലേറ്റ് ആയി വരുന്നു. ഞാൻ കയറുന്നു, ഞാൻ ഈ സ്ക്രിപ്റ്റ് ബുക്ക് തുറക്കുന്നു, വായിച്ചു തുടങ്ങുന്നു. ഞാൻ ഇത് തുറന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സിനിമയുടെ കഥയൊന്നും അല്ല ഞാൻ പറയണേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ ആൻഡ് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം What did you say? Can you give me an imagine I'm Nayanthara. No, I cannot imagine you as Nayanthara. ഒന്ന് കഷ്ടപ്പെട്ട് Nayanthara. അങ്ങനെയല്ല, ഞാനാണെങ്കിൽ എന്താ പറഞ്ഞത് ഒരു ക്ലൂ. ബിക്കോസ് എനിക്കത് ഓർമ്മയില്ല, സത്യം എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലിസൺ ടു ദ ഹോൾ സ്റ്റോറി. അപ്പം മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കഥയുടെ ഒരു ബ്രീഫ് കൊടുത്തു. കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം കഥയും ഇതൊന്നുമില്ല, ഐ ലൈക്ഡ് യു. ഓക്കെ, അത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കഥയോ ഒന്നും അല്ല വെളി. എന്ത് കഥ, ഏത് കഥ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എനർജിയും പിന്നെ നമ്മൾക്ക് പണി അറിയാമെന്നുള്ളൊരു സാധനം നമ്മൾ തോന്നിപ്പിക്കാൻ വേണ്ടി ഇടക്ക് 2-3 ഷോട്ട്സ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണിക്കും. അത് 4-5 ബേസിക് സാധനങ്ങൾ കാണിക്കും. അപ്പൊ തന്നെ അവർ തിരിച്ചിരിക്കും, കൊള്ളാലോ ഇവൻ പണി അറിയാലോ, ഇവന് സാധനം 2-3 ലെൻസിങ് പേര് ഇതൊക്കെ പഠിച്ചു വെക്കും.